ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. ഷോർട്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമായ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇന്ത്യയിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് ശനിയാഴ്ച ഹിൻഡൻബർഗ് റിസർച്ച് വെളിപ്പെടുത്തിയത്. നേരത്തെ തങ്ങൾ പുറത്തുവിട്ട അദാനി ഓഹരി തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിന് സെബി തയ്യാറാകാതിരുന്നത് ഈ ബന്ധം കാരണമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അദാനി ഹിൻഡൻബർഗ് വിവാദത്തിൽ സെബി മേധാവി മാധവി ബുച്ചിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നീക്കങ്ങൾ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് നിക്ഷേപകർ. ഇന്ന് രാവിലെ മുതൽ അദാനി ഗ്രൂപ്പിന്റെ മുഴുവൻ ഓഹരികളും കടുത്ത തകർച്ചയിലായിരിക്കുകയാണ്. ഇന്ന് രാവിലെ നടന്ന വ്യാപാരത്തിനിടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ 7% വരെയാണ് ഇടിഞ്ഞത്. ഇതോടെ ഏകദേശം 53,000 കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായിട്ടുള്ളത്. 10 അദാനി ഓഹരികളുടെ വിപണി മൂല്യം 16.7 ലക്ഷം കോടി രൂപയായി കുറഞ്ഞു. അദാനി ഗ്രീൻ എനർജി ഓഹരികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 7% നഷ്ടം നേരിട്ട് BSEയിൽ 1656 നിലവാരത്തിലെത്തി. അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരികൾ ഏകദേശം 5%, അദാനി പവർ 4%, അദാനി വിൽമർ, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി എന്റർപ്രൈസ് എന്നിവ ഏകദേശം 3% വീതം ഇടിവ് രേഖപ്പെടുത്തി. ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെതിരെ പുതിയ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എങ്കിലും അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ നിക്ഷേപം നടത്തിയ ബർമുഡ, മൗറീഷ്യസ് ആസ്ഥാനമായുള്ള വിദേശ ഫണ്ടുകളിൽ സെബി മേധാവിക്കും ഭർത്താവ് ധവൽ ബുച്ചിനും ഓഹരിയുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാന ആരോപണം. പ്രതിപക്ഷ നേതാക്കൾ ബുച്ചിന്റെ രാജിയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ അദാനിക്ക് സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച മോദിയും കൂട്ടരും കിടുകിട വിറക്കുകയാണ്. മോദിയും അദാനിയും തമ്മിലെ ബന്ധത്തിന്റെ ആഴം കാരണമാണ് മാധവി ബുച്ചിന്റെ രാജി ആവശ്യപ്പെടാൻ പോലും മോദിക്കും NDA സർക്കാരിനും സാധിക്കാത്തത് എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്.